കേരളീയ ദർശൻ ടിവിയിലേക്ക് മാന്യ പ്രേക്ഷകരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വലിയ ഒരു ആരവത്തോടെ ഇന്ത്യയുടെ ഭരണകർത്താക്കളെ കണ്ടെത്തുന്നതിനുള്ള തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ദീർഘ ദിവസം 40ഓളം ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ വോട്ടെണ്ണുന്നതും അതിൻ്റെ ഫലം പ്രഖ്യാപിക്കുന്നത്. ഇത്രയും ദിവസം ആകാംക്ഷാഭരിതമായ ഒരു അന്തരീക്ഷത്തിലാണ് ഇന്ത്യൻ ജനതയുടെ ബഹുഭൂരിപക്ഷം പേരും നിന്നിരുന്നത്. ഏറെക്കുറെയൊക്കെ BJP സർക്കാരായിരിക്കും വീണ്ടും അധികാരത്തിൽ വരിക എന്നുള്ളത് ഏറെക്കുറെയൊക്കെ അറിയാമായിരുന്നുവെങ്കിലും ചില അട്ടിമറികള്, ചില മാറ്റങ്ങള് സംഭവിക്കുമോ എന്നുള്ള ആശങ്ക ഉണ്ടായിരുന്നു. അത് ഫലം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് ബലം നൽകുന്ന ചില സംഭവങ്ങളാണ്, ചില തെരഞ്ഞെടുപ്പ് ഫലങ്ങളാണ് വന്നുകൊണ്ടിരുന്നത്. എന്നാൽ BJP നേതൃത്വം നൽകുന്ന NDA ഭൂരിപക്ഷം നേടുകയും, അതായത് സാങ്കേതികമായി ഇന്ത്യ ഭരിക്കുന്നതിനുള്ള സംഖ്യയായ 272 കടന്ന് 292 ചെയ്തു. കഴിഞ്ഞ 2 BJP സർക്കാരിലും BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കുന്നതിനുള്ള ഭൂരിപക്ഷം ലഭിച്ചിരുന്നുവെങ്കിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കുന്നതിനുള്ള ഭൂരിപക്ഷം ലഭിച്ചില്ല. ആകെ 240 സീറ്റാണ് അവിടെ ലഭിച്ചത്. ആ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും പ്രതിപക്ഷം വളരെ ദുർബലമായിരുന്നുവെങ്കിൽ ആ പ്രതിപക്ഷം ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായി, ഒരു കൂട്ടായ സംഘടനയുടെ ഫലമായി, ഒരു മുന്നണിയുടെ ഫലമായി 232 സീറ്റിലെത്തിയിരിക്കുന്നു. ഇത് രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഒരു പരിധിവരെ അത്ഭുതപ്പെടുത്തി എന്ന് പറയുന്നതിൽ തെറ്റില്ല. എന്തായാലും ശക്തമായ ഒരു പ്രതിപക്ഷം കഴിഞ്ഞ 2 BJP സർക്കാരിനെ അപേക്ഷിച്ച് ഇപ്രാവശ്യത്തെ BJP സർക്കാരിന് അഭിമുഖീകരിക്കേണ്ടി വരും. ശക്തമായ പ്രതിപക്ഷം ഉണ്ടെങ്കിലേ ഭരണകക്ഷിക്ക് നല്ല ആരോഗ്യകരമായ തീരുമാനങ്ങൾ എടുക്കാനും അത് ആരോഗ്യപരമായി നിഷ്പക്ഷമായി നടപ്പിലാക്കാനും കഴിയും. എന്നിരിക്കെ ഇപ്രാവശ്യം ശക്തമായ പ്രതിപക്ഷം ഉണ്ട് എന്നുള്ളത് ആശ്വസിക്കാം. എന്നാൽ ഈ പ്രതിപക്ഷത്തിന്റെ കെട്ടുറപ്പ്, ഐക്യം, ശക്തി അത് എത്ര നാൾ നിലനിൽക്കും എന്നുള്ളതിനെ കുറിച്ച് പ്രത്യേകിച്ച് ഉറപ്പൊന്നും പറയാനുമാവില്ല. മറുഭാഗത്തും ഏകദേശം അങ്ങനെ തന്നെയാണ്. കൂട്ടുകക്ഷി മന്ത്രിസഭ, കൂട്ടുകക്ഷി പ്രതിപക്ഷം, ഇതൊക്കെ പ്രത്യേക ഫോർമുലയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ്, തട്ടിക്കൂട്ടിയെടുക്കുന്നതാണെന്ന് പറയുന്നില്ല. എന്നാൽ അതിനകത്ത് അഭിപ്രായ ഭിന്നതകളും ആ പടല പിണക്കങ്ങളുമൊക്കെ ചിലപ്പോൾ ആ മുന്നണിയെ ശക്തി ക്ഷയിപ്പിക്കുന്ന നിലയിലേക്ക് കൊണ്ടെത്തിക്കാറുണ്ട്. അത് ഇവിടെയും ഇരുഭാഗത്തും സംഭവിച്ചുകൂടായില്ല. ഇരുഭാഗമെന്ന് ഉദ്ദേശിച്ചത് ഭരണകക്ഷിയുടെ ഭാഗവും പ്രതിപക്ഷത്തിന്റെ ഭാഗവും. അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്തായാലും മൂന്നാമതും BJP സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുന്നു. ശ്രീ ജവഹർലാൽ നെഹ്റുവിന് ശേഷം 3ാം പ്രാവശ്യവും ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന സഹപ്രവർത്തകർ, പ്രഗത്ഭർ, അവരിലെ ബഹുഭൂരിപക്ഷം പേരും വീണ്ടും മന്ത്രിസഭയിൽ അംഗങ്ങളായിരിക്കുന്നു. കേരളത്തിൽ നിന്നും കഴിഞ്ഞ മന്ത്രിസഭയിൽ 2 പേരുണ്ടായിരുന്നതിൽ ആ 2 പേരും പരാജയപ്പെട്ട സാഹചര്യത്തിൽ ഒരാൾ ആറ്റിങ്ങിൽ നിന്നും ഒരാൾ തിരുവനന്തപുരത്ത് നിന്നും പരാജയപ്പെട്ടപ്പോൾ ഒരാൾ തൃശ്ശൂരിൽ നിന്നും ഏറെക്കുറെ പ്രതീക്ഷിച്ചിരുന്ന വിജയം ആയിരുന്നുവെങ്കിലും തൃശ്ശൂരിൽ നിന്നും സുരേഷ് ഗോപി വളരെ
കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു ലോകസഭ അംഗമായി. ആ സുരേഷ് ഗോപിയും ന്യൂനപക്ഷങ്ങളുടെ പ്രതിനിധി എന്ന് പറയാവുന്ന ജോർജ് കുര്യനും കേന്ദ്ര സഹമന്ത്രിമാരായി ശ്രീ നരേന്ദ്രമോദിയോടൊപ്പം തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇവിടെയാണ് എടുത്തു പറയേണ്ടുന്ന മറ്റൊരു കാര്യം. ഇവിടെ കോൺഗ്രസ് മുന്നണി, ഐക്യ ജനാധിപത്യ മുന്നണിയും CPIM നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പരാജയങ്ങളുടെ കാരണങ്ങൾ, വിജയങ്ങളുടെ കാരണങ്ങൾ ഒക്കെ തന്നെ തികഞ്ഞ് പരിശോധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ. കോൺഗ്രസിനകത്ത് പടല പിണക്കങ്ങൾ തുടങ്ങി. അത് തോറ്റ സീറ്റിനെ കുറിച്ചാണ്, പ്രത്യേകിച്ചും തൃശൂർ സീറ്റിനെ കുറിച്ച്. അവിടെ മത്സരിച്ച കോൺഗ്രസിന്റെ നേതാവ് ശ്രീ K. മുരളീധരൻ പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് വിരമിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്നും പരാജയപ്പെട്ട BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ പൊതുരംഗത്ത് നിന്നും സജീവമായി നിൽക്കുന്നില്ല, അത് വിടവാങ്ങിയാണെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. ഇങ്ങനെയെല്ലാം ഉള്ള ഒരു സാഹചര്യത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, പ്രത്യേകിച്ചും CPM പരാജയ കാരണങ്ങളെ കുറിച്ച് പഠിക്കുന്നത്. അവർക്ക് ഇലക്ഷനിൽ തോക്കുമ്പോൾ അതിന്റെ കാരണങ്ങൾ, തോക്കുന്നതിനുണ്ടായ കാരണങ്ങളെ കുറിച്ച് ശാസ്ത്രീയമായി വിശകലനം ചെയ്തുകൊണ്ട് ശാസ്ത്രീയമായി പഠിക്കുന്ന ഒരു പതിവ് വളരെ നേരത്തെയുണ്ട്. പാർലമെന്റിൽ 54 സീറ്റ് ഉണ്ടായിരുന്നിടത്താണ് ഇന്ന് 4 സീറ്റിലേക്ക് ചുരുങ്ങിയത്. 2014 കേരളത്തിൽ 19 സീറ്റുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൈവശപ്പെടുത്തിയപ്പോൾ ആ സ്ഥാനത്ത് നിന്ന് ഒരു സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു. കഴിഞ്ഞ പ്രാവശ്യം ഒരു സീറ്റ് ലഭിച്ചു. ആ കിട്ടിയ സീറ്റ് നിലനിർത്താൻ കഴിഞ്ഞുമില്ല. ഈ സാഹചര്യത്തിലാണ് തോക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ CPM ശ്രമിക്കുന്നത്. ഈ ആഴത്തിൽ പഠിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അവർക്കറിയാം. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരാജയപ്പെടുന്നതിനുണ്ടായ കാരണങ്ങൾ എന്താണെന്ന് രാഷ്ട്രീയത്തിന്റെ ABC അറിയാവുന്ന എല്ലാവർക്കും ഇതിനകം തന്നെ മനസ്സിലായിട്ടുള്ള കാര്യവും അറിയാവുന്ന കാര്യവുമാണ്. അത് പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് താഴെ ഘടകം മുതൽ മേലെ ഘടകം വരെ ഉള്ള അഹങ്കാരം. മറ്റൊന്ന്, മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് ജീവിക്കുന്ന വാർദ്ധക്യത്തിലെത്തി നിൽക്കുന്നവരുടെ ക്ഷേമ പെൻഷൻ, അവർക്ക് ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി ജീവൻ മരുന്നുകൾ വാങ്ങുന്നതിന് വേണ്ടി, അത്യാവശ്യ മരുന്നുകൾ വാങ്ങുന്നതിന് വേണ്ടിയുള്ള ക്ഷേമ പെൻഷൻ 1600 രൂപ. അത് 6-7 മാസം കുടിശ്ശികയായിരിക്കും. അവർക്ക് പെൻഷൻ കിട്ടാത്തത് കൊണ്ട് അവർക്ക് മരുന്ന് വാങ്ങി കൊടുക്കുന്നതിന് വേണ്ടി അവരുടെ വേണ്ടപ്പെട്ടവരോ പരിചയക്കാരോ അല്ലെങ്കിൽ അവരോട് സഹതാപം തോന്നുന്നവരോ സാമ്പത്തികമായി സഹായിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ആ സാമ്പത്തികമായി സഹായിക്കുന്നവർ സർക്കാരിന്റെ എതിരെ ചിന്തിക്കുന്നു. അവരുടെ മനസ്സ് സർക്കാരിന് എതിരെയാവുന്നു, സ്വാഭാവികം. മറ്റൊന്ന്, സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്ന ആർഭാടപരമായ ചില ചടങ്ങുകൾ, നേതാക്കന്മാരുടെ മന്ത്രിമാരുടെ തൂർത്ത്, ഇതെല്ലാം ജനങ്ങളുടെ വോട്ടർമാരുടെ ഇടയിൽ ചർച്ചാ വിഷയമായ വിഷയങ്ങളാണ്. അതെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിരെ ചിന്തിക്കുന്നതിന് ജനങ്ങളെ പ്രേരിപ്പിച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം, സാധാരണക്കാരന് താങ്ങുന്നതിന് അപ്പുറം വിലക്കയറ്റം വന്നു എന്ന് മാത്രമല്ല, മാവേലി സ്റ്റോറുകളിൽ അവശ്യ സാധനങ്ങൾ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ജാഗ്രതാ കുറവുകൾ,
ആ ജാഗ്രതാക്കുറവ് മൂലം ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ, കഷ്ടനഷ്ടങ്ങൾ, ഇതെല്ലാം അനുഭവിച്ചവർ സർക്കാരിനെതിരെ ചിന്തിക്കാൻ നിർബന്ധിതരായി. മറ്റൊന്ന്, വിദ്യാർത്ഥി രംഗത്ത് തൃശ്ശൂരിലെ വയനാട്ടിലെ വെറ്ററിനറി കോളേജിൽ നടന്ന സംഭവം, അതെല്ലാം സാധാരണക്കാരെ സർക്കാരിനെതിരെ ചിന്തിക്കുന്നതിനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചു എന്ന് പറയാം. ഇവിടെ എല്ലാവരും മാർക്സിസവും ലെനിനിസവും സിദ്ധാന്തവും പ്രയോഗവും വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദവും ഒന്നും പഠിച്ചിട്ടല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യുന്നത്. പണ്ടത്തെ പോലെ തുറപ്പച്ചൂരിനെ നിർത്തിയാലും പാർട്ടിക്കാർ വോട്ട് ചെയ്യുമെന്നുള്ളൊരു വിശ്വാസം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടതാണ്. ഇപ്പോൾ ജനങ്ങൾക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവുന്നവരാണ് പുതിയ തലമുറയിൽപ്പെട്ട വോട്ടർമാർ. അവർക്ക് തെറ്റും ശരിയും ഏതെന്നും, നന്മയും തിന്മയും ഏതെന്നും, നല്ലതേതെന്നും, തെറ്റായ പ്രവർത്തികൾ ഏതെന്നും, ആര് വന്നാലാണ് ഗുണം കൂടുതൽ കിട്ടുന്നത് എന്നൊക്കെ അവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാനാവുന്ന ഒരു രാഷ്ട്രീയ ഭൗതിക സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഈ സാഹചര്യമെല്ലാം നിലനിൽക്കുമ്പോൾ ഇതെല്ലാം മുൻകൂട്ടി കാണാൻ ഉള്ള ദീർഘവീക്ഷണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അതിന്റെ നേതാക്കൾക്കും ഇല്ലാതെ പോയതാണ് കേരളത്തിലെ ദയനീയമായ തോൽവിക്ക് കാരണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പത്രാധിപർ പ്രതികരിക്കുന്നു. ഇന്ന് പ്രോഗ്രാം ഇവിടെ പൂർത്തിയാക്കാൻ ശ്രമിക്കുകയാണ്. നന്ദി, നമസ്കാരം.